മോർണിംഗ്. ഞാൻ ഇന്നൊരു ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, അതിൽ ഒരു 1.5 സവാള ഞാൻ വറുത്ത് വെച്ചിരിക്കുവാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കൂല, അതുപോലെ വറുത്ത് ഒന്ന് പൊടിക്കാനായിട്ടാണ്, പൊടിച്ച് ലാസ്റ്റ് ഇടാനായിട്ട് സവാള വറുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, 2-3 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്, ചതച്ചിട്ടില്ല. വെളുത്തുള്ളി, തക്കാളി, 2 തക്കാളിയും കൂടി ഒന്ന് ചതച്ചു നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുവാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, കാശ്മീരി 2 സ്പൂൺ, കുരുമുളക് 1 സ്പൂൺ, പെരിഞ്ജീരകം 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ചട്ടിയിലിട്ട് വെറുതെ എണ്ണ ഒഴിക്കാതെ ചൂടാക്കി വെച്ചിട്ട് അതൊന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കും. എന്നിട്ട് 1.5 കിലോ ചിക്കനാണ് ഉള്ളത് എനിക്ക്. സവാള വറുത്ത് വെച്ചിരിക്കുവാണ് ഞാൻ. എന്നിട്ട് നമുക്ക് ചട്ടി വെക്കാം. ചട്ടി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണവർക്ക് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ എന്താ സൺഫ്ലവർ ആണെങ്കിൽ അങ്ങനെ. ഞാൻ സൺഫ്ലവറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ ചിക്കന് സൺഫ്ലവറാണ് ഇഷ്ടം. എന്നിട്ട് പച്ചമുളക് ഇട്ടു, ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടു, വേപ്പിലയും ഇട്ട് വഴറ്റണം. ചതക്കാൻ നമ്മൾ എടുത്തിരിക്കണത് ഞാൻ പറഞ്ഞില്ലേ, 2 സവാള, ഒരു 2 തക്കാളി, ഇഞ്ചി, ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി, ഒരു നല്ല വലിയ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, വേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയിട്ട് നമുക്ക് അത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പ് നമ്മളിപ്പോൾ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, പിന്നെ നമ്മൾ നോക്കിയിട്ട് അവസാനം ഇടാം കേട്ടോ. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അരപ്പ്, നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇടാം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ആരും കമൻറ്റ് പറയുന്നില്ല, എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ, കുഴച്ച് വെച്ചേക്കണത്, അത് ഈ മുളക് പൊടി എല്ലാം കൂടിയാണ് ചൂടുവെള്ളത്തിൽ തന്നെ നമ്മളൊന്ന് നനച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ആ എണ്ണ കൂടുതൽ ഇടേണ്ടി വരില്ല, അതാണ് അതിൻ്റെ ഉദ്ദേശം കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം ഇളക്കി ഒരു വേവ് കഴിയുമ്പോൾ, വേവ് കഴിയണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണ്ട. ഒരു വേവ് കഴിയുമ്പോൾ നമ്മൾ ഒരു മുറി നാരങ്ങയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി, ചെറുനാരങ്ങയുടെ പകുതി, അതും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി പിന്നെയും ഒന്ന് മൂടി വെച്ച് വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് അതിലൊഴിക്കും കേട്ടോ. മറ്റേ നിറനെയ്യുണ്ടല്ലോ, പശുവിൻ്റെ നെയ്യ്, അതൊഴിക്കും. അതിന് ശേഷം ഞാൻ മല്ലിയില കുറച്ചിടും. മല്ലിയില കഴുകി നന്നായിട്ട് ഉപ്പിട്ട് കഴുകണം. അതിന് കഴുകിയതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞ് അത് ചേർക്കും. നല്ല ഫ്ലേവറാണ്, നല്ല സ്മെല്ലാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പൊടിക്കൈയാണ് ഈ സവാള വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പൊടിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പൊടിച്ചാൽ മതി, മിക്സിയിലൊന്നും ഇടണ്ട കേട്ടോ. കൈ കൊണ്ടൊന്ന് ഞെക്കി അത് നന്നായിട്ട് ഇതാവും. ഇനിയിപ്പോൾ അത് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇടാം. പക്ഷേ ഇത് പൊടിച്ചിടുമ്പം കുറച്ചുകൂടി ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കണ പോലെ, ബിരിയാണിയുടെ കറി പോലെയാണ് ഏകദേശം കേട്ടോ. എല്ലാം കഴിഞ്ഞു.